പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സങ്കടത്തിലായിപ്പോയ കുറച്ച് കുടുംബങ്ങളുണ്ട്. അവരെ നമ്മൾ മറന്നു പോകരുത് സുഹൃത്തുക്കളെ. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റിയത്. നമ്മളൊക്കെ പുത്തൻ ഡ്രസ്സുമിട്ട് റോഡിലിറങ്ങി നടക്കുമ്പോൾ ചില കുടുംബങ്ങൾ, ആ വീട്ടിലുള്ള കുഞ്ഞു മക്കളടക്കം പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. നോമ്പും നോറ്റ് പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്ന മക്കൾ, ഉപ്പക്ക് ഒരു സെൽഫി എടുത്തയക്കണമെന്ന് കരുതിയ മക്കൾ, ആ മക്കൾ കേട്ട വാർത്ത ഉപ്പയുടെ മരണവാർത്തയാണ്. ആ ഒരു മരണവിവരം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ്. അങ്ങനെ കണ്ണീരിലായെന്നു പോയ കുറച്ച് കുടുംബങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊക്കെ ഇന്നലെ കേട്ട വേദനിപ്പിക്കുന്ന വാർത്തയാണ് സൗദി ഒമാൻ അതിർത്തിയിൽ വെച്ചുണ്ടായ വാഹനാപകടം. മലയാളി ഉംറ തീർത്ഥാടക സംഘത്തിലെ കുട്ടികളടക്കമുണ്ടായ 3 മരണം നമ്മളേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ മരണവിവരം അറിയാത്ത കുറച്ചെങ്കിലും ആളുകളുണ്ടാകും. അവരിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ. ആ മക്കളുടെ മുഖം കാണുമ്പോഴാണ് വല്ലാത്തൊരു വിഷമം തോന്നുന്നത്. പെരുന്നാളിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇവർ. ഞായറാഴ്ചയായിരുന്നു സംഭവം. ഒമാനിൽ നിന്നും ഉംറ തീർത്ഥാടനത്തിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു ഈ കുടുംബം. മനസ്സിൽ നിറയെ ആഹ്ലാദമായിരുന്നു പെരുന്നാളിൻ്റെ. ഇവർ സഞ്ചരിച്ച വാഹനം സൗദി അതിർത്തിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടാണ് 2 ചെറിയ മക്കളടക്കം 3 പേര് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിയാബ് കാപ്പാട്, കണ്ണൂർ മമ്പറം സ്വദേശി മിസ്അബ് കൂത്തുപറമ്പ് എന്നിവരും കുടുംബങ്ങളുമാണ് ഒമാൻ സൗദി അതിർത്തിയായ ബദ്ഹയിൽ ഞായറാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഷിഹാബിൻ്റെ ഭാര്യ സഫ്ല 30 വയസ്സ്, മകൾ ആലിയ 7 വയസ്സ്, മിസ്ഹബിൻ്റെ മകൻ ദഖ്വാൻ 6 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. സഹല മരണപ്പെട്ടത് ആശുപത്രിയിൽ വെച്ചാണ്. മിസ്ഹബിൻ്റെ ഭാര്യ അഫീനയും മറ്റു മക്കളും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഹുഫൂഫ് കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിസ്ഹബും ഷിഹാബും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്, എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയായി പടച്ചറബ്ബ് ആശുപത്രിയിൽ നിന്നും സലാമത്താക്കി കൊടുക്കട്ടെ. വെള്ളിയാഴ്ച വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷം മസ്കറ്റിൽ നിന്നും പുറപ്പെട്ട കുടുംബങ്ങൾ വഴിമധ്യേ ഇബ്രിം എന്ന സ്ഥലത്ത് തങ്ങി വിശ്രമിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷം സൗദിയിലേക്ക് യാത്ര തുടർന്നു. ബത്ഹ അതിർത്തിയിലെത്തി ഞായറാഴ്ച രാവിലെ 8:30 അപകടമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ ഇന്ന് തന്നെ ഒരു യാസീനെങ്കിലും ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ കൂടെ പെരുന്നാൾ ആഘോഷിക്കേണ്ടവരാണ് ഇന്ന് ഖബറിലായത്. പിന്നെ നമ്മളെയൊക്കെ വേദനിപ്പിച്ച് വിട പറഞ്ഞു പോയത് ഈ ഒരു ഉമ്മയായിരുന്നു. ആ കുട്ടിയെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നോക്കിയ ആ ഉമ്മ മരണപ്പെട്ടു പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയ ഒരു മരണമായിരുന്നു ഇത്. നമ്മുടെ കുടുംബത്തിൽ നടന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കുട്ടിയെ നായ ഓടിച്ചപ്പോൾ രക്ഷപ്പെടുത്താൻ നോക്കിയതായിരുന്നു ഈ ഒരു ഉമ്മ. കുട്ടിയുടെ മുത്തശ്ശിയായിരുന്നു. നായ ഓടിച്ചപ്പോൾ കുട്ടി ഓടി വീണത് കുളത്തിലായിരുന്നു. ആ ഒരു ബേജാറോടെ രക്ഷിക്കാൻ നോക്കിയതായിരുന്നു ഈ മുത്തശ്ശി. ചിറ്റൂര് വണ്ടിത്താവളത്താണ് സംഭവം നടന്നത്. വണ്ടിത്താവളം വടത്തോട് സ്വദേശിനി നബീസയാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബം നമ്മോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരു കുടുംബമായിരുന്നു. ഇവർ ആടിനെ മേയ്ക്കാൻ വണ്ടിത്താവളം വടത്തോട് കുളത്തിനടുത്ത് എത്തിയതായിരുന്നു. നബീസ ഉമ്മയും പേരക്കുട്ടി ഷിഫാനയും അവർ പല തമാശകളും പറഞ്ഞ് ആടിനെ മേയ്ക്കുകയായിരുന്നു. ആടിനെ മേയ്ക്കുന്ന ഇടയിലായിരുന്നു ഒരു നായ പെട്ടെന്ന് ഓടി വന്നത്. ആ കുട്ടി പേടിച്ചോടിയതായിരുന്നു ആ കുളത്തിൽ വീണത്. ഈ നായ കാരണം എത്ര കുട്ടികൾ നമുക്ക് നഷ്ടമായി എന്നറിയോ? ഇതിനൊന്നും ഒരു പരിഹാരവും ഇതുവരെ കാണാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ. അധിക കുട്ടികളും നായയെ പേടിച്ച് ഓടുമ്പോഴാണ് മരണപ്പെട്ടു പോകുന്നത്. ഈ പൊട്ടക്കിണറിൽ വീണും കുളത്തിൽ വീണും അങ്ങനെ എത്ര കുട്ടികളാണ് നമ്മുടെ നഷ്ടമായത്. അങ്ങനെ ഈ പാവം മുത്തശ്ശി ഈ കുളത്തിൽ വീണ കുട്ടിയെ ആ ബേജാറോട് കൂടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ്
ഈ മുത്തശ്ശി അപകടത്തിൽപ്പെടുന്നത്. അങ്ങനെ ആ ഉമ്മ ആ കുളത്തിൽ മുങ്ങി മരിച്ചു പോവുകയാണ്. അങ്ങനെ ആ കുട്ടി ഷിഫാനയെ പിന്നീട് രക്ഷപ്പെടുത്തുന്നത് അവിടുത്തെ പഞ്ചായത്ത് അംഗമായ ശോഭന ദാസാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ റമദാൻ വിട പറഞ്ഞു പോയപ്പോൾ ആ റമദാൻ നോമ്പുമായി നമ്മോട് വിട പറഞ്ഞു പോയ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ ഇന്ന് തന്നെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബ് തീർച്ചയായും നമുക്കതിൻ്റെ പ്രതിഫലം തരും. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നോമ്പും നോറ്റ് പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്ന ഇന്ന് അവർ നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണേ റബ്ബേ. പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല റബ്ബേ. ഈ ഒരു റമദാൻ മാസത്തിൻ്റെ പവിത്രത അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ ഈ റമദാനിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗ പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. നമ്മളൊക്കെ ഇന്നലെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ വീടിന്ന് കണ്ണീരിലാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ. പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകടത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ക്യാൻസർ, അറ്റാക്ക് എന്നീ മരണങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. തട്ടിക്കളയല്ലേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. യാസീനും ഫാത്തിയും മോദി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.